ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ സംസാരിച്ചിരുന്നത്. സോ അപ്പോൾ അത് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഓർഡിനറി ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഇക്വേഷൻസിൽ നമ്മൾ കുറച്ച് മെത്തേഡ്സ് പഠിച്ചിരുന്നു. വേരിയബിൾ സെപ്പറബിൾ, എക്സാക്ട്, അതുപോലെ തന്നെ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള എന്താണ് ഡി ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു ക്യൂ ഓഫ് എക്സ് എന്നുള്ളൊരു ഇതൊക്കെ പഠിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഒരു മെത്തേഡ് കൂടി പഠിക്കാനുണ്ട് നമുക്ക് ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഓർഡറിലേക്ക് കയറാം. സോ നമുക്കതിൻ്റെ ഫസ്റ്റത്തെ ഒരു പ്രോബ്ലം ആദ്യം ചെയ്തിട്ട് പോകാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ഇത് CSIR 2013 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ചെയ്തോന്ന് അറിയില്ല, നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിനൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് എക്സ് ഓഫ് 0 ഈക്വൽ ടു 1. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് വിൽ ബ്ലോ അപ്പ് എന്താ ആസ് t tends to 1. ഓക്കെ, സോ ആസ് t tends to 1 എന്നല്ല, എത്രയിലാണ് ബ്ലോസ് അപ്പ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ t tends to എത്ര വാല്യൂവിലാണ് നമുക്ക് എന്ത് ഈ ഒരു ഇക്വേഷൻ ബ്ലോ അപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ അത് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം, എക്സുകളെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. സോ ഇത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതിയാൽ ശരിയാവില്ല, നമുക്ക് ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ടി അല്ലേ ഇവിടെ വന്നിട്ടുള്ളത്, സോ ഡി ടി എന്നുള്ള പിന്നെ എക്സ് ആണ് വാല്യൂ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അല്ല, സോറി, ഡി എക്സ് ബൈ ഡി ടിയിലാണ് അത് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിനെ എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. സോ ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി, ഇന്റഗ്രൽ ഡി ടി. ഓക്കെ, ഇവിടെ ഇന്റഗ്രേഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇന്റഗ്രൽ ഡി ടി. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ സ്റ്റൈലസ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ എങ്ങനെ വരും? 1/x നമുക്ക് മൈനസ് 1/x പ്ലസ് ഈക്വൽ ടു എങ്ങനെ വരും, ടി പ്ലസ് സി അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടി പ്ലസ് സി. ഈ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് നമുക്ക് കളയണം. അതിനാണ് നമുക്ക് എന്ത് നമ്മുടെ കയ്യിലുള്ളത്, ഇനീഷ്യൽ കണ്ടീഷൻസ് ഉള്ളത്. ഇനീഷ്യൽ കണ്ടീഷൻസ് പ്രകാരം എന്താണ്, ഈ എക്സ് ഓഫ് 0 ഇസ് ഇക്വൽ ടു 1, ഇതിന്റെ മീനിങ് എന്താ, എക്സ് ഓഫ് ടി എന്നല്ലേ, അതായത് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇറ്റ്സ് ടി ഈക്വൽ ടു 0. ഇപ്പോൾ ടി ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ടിക്ക് 0 കൊടുക്കുകയാണെങ്കിൽ സിയുടെ വാല്യൂ എത്രയാണ് വരാം, സിയുടെ വാല്യൂ 1 ആണ് അല്ലേ? എങ്ങനെ 1 അല്ല, -1 ആണ്. എങ്ങനെ -1 വരാൻ കാരണം, ഇവിടെ 0 കൊടുക്കുന്നു, നമുക്കറിയാം എക്സ് ഓഫ് 0 ഇസ് ഇക്വൽ ടു 1. സോ എക്സിന് എന്ത് വരും, 1 വരും. അപ്പോൾ സിക്ക് എന്ത് വരും, -1 എന്നുള്ള എന്താ പറയാ, ആ ഒരു ഫോർമുലേഷനിലേക്ക് നമുക്ക് കിട്ടും. സി എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. സി ഈസ് ഈക്വൽ ടു -1. ഓക്കെ, സോ നമുക്ക് ബാക്കി ഇതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നേരെ ആ ഒരു ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, -1/x ഈക്വൽ ടു ടി -1. ഓക്കെ, നമുക്ക് എക്സിന്റെ ടേംസിലാണ് നമ്മുടെ സൊല്യൂഷൻ എടുക്കുന്നത്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഴുതാൻ പറ്റും 1/1 - ടി എന്നുള്ള ഇത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, എക്സ് എപ്പോഴാണ് ബ്ലോ അപ്പ് ചെയ്യുക, എക്സ് എപ്പോഴാണ് ബ്ലോ അപ്പ് ചെയ്യുക, ആക്ച്വലി
എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടച്ച് ചെയ്യുമ്പോഴല്ലേ ബ്ലോക്ക് ഇതൊരു ഇക്വേഷനും. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് എക്സ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ ഇവിടെ ടിയുടെ എത്ര വാല്യൂ ആകുമ്പോഴാണ് എക്സ് ഇൻഫിനിറ്റി ആവുക? ഇവിടെ ഈ ടിക്ക് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എന്ത് വരാ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകേണ്ടത്? ടിയുടെ വാല്യൂ 1 കൊടുക്കുമ്പോഴല്ലേ? ടി ഈക്വൽ ടു 1 ആവുമ്പോഴല്ലേ എന്താണ് 1 മൈനസ് 1 0 ആവുമ്പോൾ എക്സ് എന്താവും ഇൻഫിനിറ്റിയിലേക്ക് എന്താ പറയാ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 1 സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു അല്ലെ? അപ്പോൾ ഇനി നമ്മൾ ഇതാണ് ഒരു പ്രോബ്ലം. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒന്നുകൂടി കണ്ടെത്തി ചെയ്യാൻ നോക്കാം. ഇനി നമ്മളൊരു മെത്തേഡ് കൂടി പഠിക്കുകയാണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. എന്താണ് ഇവിടെ ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy by dx plus p of x y p of x into y is equal to q of x. ഇതാണല്ലോ നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഈ q of x ന്റെ ഒപ്പം ഒരു y raised to n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി വരാണ്. y raised to n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി വരാണെങ്കിൽ ഈ ലീനിയർ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനൊന്നുമില്ല, നേരെ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് y raised to n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 by y raised to n dy by dx പ്ലസ് നമുക്ക് ഈ p of x, ഈ y-നെ നമുക്ക് എന്ത് ചെയ്താം? y raised to 1 minus n എന്ന് എഴുതാൻ പറ്റും. q of x എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഞാൻ ഇതിനെ 1 എന്ന് കൊടുത്തു. ഈ ഇക്വേഷന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നടത്തും. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ ഈ y raised to 1 minus n-നെ നമ്മൾ എന്താണ് ഒരു വാല്യൂ കൊടുക്കണം. പുട്ട് y raised to 1 minus n is equal to v. ഓക്കെ, ഏതെങ്കിലും വിയോ യുവോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ v എന്ന് കൊടുക്കുന്നു. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ടേക്ക് ഡെറിവേറ്റീവ് ഓഫ് ബോത്ത് സൈഡ്സ്. ബോത്ത് സൈഡ്സിൽ നമ്മൾ ഇതിന്റെ ബോത്ത് സൈഡ്സിൽ ഡെറിവേറ്റീവ് ചെയ്യാണ് ഈ ഒരു ഇക്വേഷനെ. സോ എന്ത് വരും? നമുക്ക് 1 മൈനസ് n അല്ലെ റേസ് ടു 1 മൈനസ് n മൈനസ് 1 അല്ലെ? ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് വീടിനെ ഡെറിവേറ്റീവ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഒരു dy by dx വരും കേട്ടോ, അത് മറക്കരുത്. dy by dx is equal to എന്തൊരു dv by dx. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? 1 by y raised to n dy by dx equals 1 by 1 minus n എന്താണ്? dv by dx. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 ഇതിനെ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ്? 1 minus n dv by dx plus p of xv equal to q of x. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുമ്പോൾ. അതായത് ഈ ഒരു ഇക്വേഷനെ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മുടെ ഈ ഒരു ഫൈനൽ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിലല്ല, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫോർമാറ്റിൽ ഇക്വേഷൻ കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇവിടെ 1 മൈനസ് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇൻറ്റു 1 മൈനസ് n കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ടേം ഒക്കെ ഒന്ന് പോയി കിട്ടി. നമുക്ക് എന്ത് വരും? dv by dx plus p of x into 1 minus n into v is equal to let's say q of x into 1 minus n. ഇങ്ങനെ ഒരു ടേമിലേക്ക് കിട്ടും. ഇത് നമ്മുടെ യൂഷ്വൽ എന്താണ് ലീനിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോർമലി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം?
സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വേറൊരു മെത്തേഡ്. ഈ മെത്തേഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുക നമുക്ക് y raised to n എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, അത് എന്തായിക്കോട്ടെ, x raised to n, y raised to n, ഇവിടെ ഏതാണോ, അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ഇവിടെ ഈ y-യുടെ ഏതിന്റെ റേസ് ടു 1 എന്ന് റേസ് ടു n എന്ന് വരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബെർണോളി ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ബെർണോളിസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കാം. അത് CSIR ഞാൻ അധികം കണ്ടിട്ടില്ല അതിന്റെ പ്രോബ്ലംസ്, പക്ഷെ വേറെ ജാമോ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ODE, ലീനിയർ ഹോമോജീനിയസ് ODE, ഇതാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. സോ സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ തന്നെ d²y/dx² പ്ലസ് സം കോൺസ്റ്റന്റ് a dy/dx പ്ലസ് b സം കോൺസ്റ്റന്റ് y ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലീനിയർ ഹോമോജീനിയസ് ഓർഡറിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് അസ്യൂം ദാറ്റ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y e raised to mx എന്നാണെന്ന് വിചാരിക്കാം. ഓക്കെ, വൈയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് e raised to mx ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ y പ്രൈം ഓർ dy/dx എന്ന് പറയുന്നത് എന്തായിരിക്കും, m into e raised to mx അല്ലേ? അങ്ങനെയാണെങ്കിൽ y ഡബിൾ പ്രൈം ആണെങ്കിലോ, y ഡബിൾ പ്രൈം ആണെങ്കിലോ, y ഡബിൾ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്, d²y/dx² ആണ്. സോ y പ്രൈം എന്ന് പറയുന്നത് എന്താണ്, m² e raised to mx. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ d²y/dx² പകരം m² e raised to mx എന്നുള്ള ഫോർമാറ്റിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനെ മാറ്റി എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, m² e raised to mx പ്ലസ് a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ട്, m into e raised to mx പ്ലസ് b എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, അവിടെ എന്താ വരുന്നത്, e raised to mx മാത്രം അല്ലേ? ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് വരാം, ഈക്വൽ ടു 0. ഇനി ഇവിടെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഒക്കെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 0 ആണ്. പക്ഷെ നമുക്ക് e raised to mx എന്തല്ല, 0 അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. e raised to mx 0 അല്ല. സോ അങ്ങനെയാണെങ്കിൽ 0 ആവുന്നത് ആരൊക്കെയായിരിക്കും, m² പ്ലസ് a into m പ്ലസ് b, ഈ ക്വാണ്ടിറ്റി ആയിരിക്കും എന്ത് 0 എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ദിസ് ഈസ് അവർ ഓക്സിലറി ഇക്വേഷൻ. നമ്മൾ ഈ ഓക്സിലറി ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴും ഡിഗ്രി പഠിക്കുമ്പോഴും ഒരുപാട് സോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഏതാണെന്ന് അറിയാലോ. ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ -b ഒക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ m²ഉം m-ഉം ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സപ്പോസ് ഇറ്റ്സ് y ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും, m raised to 0 എന്ന് എടുക്കും. അതായത് 0 ആയിട്ട് തന്നെ പോകും, അല്ലെങ്കിൽ 1 ആയിട്ട് പോകും. ഇവിടെ y പ്രൈം വരാണെങ്കിൽ, y പ്രൈം എന്ന് പറഞ്ഞാൽ dy/dx എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും, m raised to 1, which is എന്താണ്, m തന്നെയാണ്. ഇനി y raised to ഡബിൾ പ്രൈം ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും, m² എന്നെടുക്കും. ഇനി ഇതേപോലെ തന്നെ ഓർഡർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ആ ഓർഡർ അവിടെ ചേർത്ത് വെച്ച് പോകും, അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളിവിടെ സെക്കൻഡ് ഓർഡറിന്റെ കേസാണ് നോക്കുന്നത്, നമുക്ക് ഇവിടെയും വരെയാണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് അതിൽ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നേരിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ പറ്റാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കേസ്. അത് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് സൊല്യൂഷൻസ് പെട്ടെന്ന് കിട്ടാന്നുള്ള ഒരു ഇതിലേക്ക് വരും. ഇനി ഈ ഓക്സിലറി ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ആണ് കിട്ടുക. ഓക്കെ, m1ഉം m2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഓക്സിലറി ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പൊ ഈ
ഈ M1 M2ന്റെ വാല്യൂസിന്റെ ഇതിനനുസരിച്ച് നമുക്ക് 3 കേസുകളാണ് പറയാനുള്ളത്. 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. സോ കേസ് 1 എന്ന് പറയുന്നത് ഇതാണ്, M1ഉം M2ഉം ഡിഫറെന്റ് ആവുമ്പോൾ നോട്ട് ഈക്വൽസ്, M1 നോട്ട് ഈക്വൽ ടു M2, M1ഉം M2ഉം ഡിസ്ട്രിക്റ്റ് ആവുന്ന കേസിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് വരാം. y1 is equal to c1 e raised to m1x, അതുപോലെ തന്നെ y2 is equal to c2 e raised to m2x എന്നുള്ള രണ്ട് ഇക്വേഷൻസ് വരും. അപ്പോൾ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഏതാണെങ്കിൽ, അതായത് M1 M2 ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഏതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, c1 e raised to m1x പ്ലസ് c2 e raised to മൈനസ് ഒന്നും വേണ്ട, മൈനസ് എന്നില് മൈനസും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, m2x. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് M1ഉം M2ഉം ഡിഫറെന്റ് ആവുന്ന കേസിലെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? ഒബിയസ്ലി കേസ് 2 എന്ന് പറയുന്നത് M1 ഈക്വൽ ടു M2 എന്ന് പറയുന്ന കേസാണ്. അതായത് M1 M2 ഈക്വൽ ആവുന്ന കേസിലാണ് നമുക്ക് അടുത്ത് പറയേണ്ടത്. അതാവുമ്പോൾ എന്താണ്, അതായത് M1 M2 ഈക്വൽ M എന്ന് പറഞ്ഞു, സപ്പോസ് M1 2 M2 2 ആവുന്ന കേസിൽ, അപ്പോൾ നമുക്ക് ഒരൊറ്റ ഇതായിട്ട് പറഞ്ഞാൽ പോരെ, M എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമായിട്ട് പറഞ്ഞാൽ പോരെ, M1 M2 ഒന്ന് ഡിഫറെന്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിന്റെ ജനറൽ സൊല്യൂഷൻ y is equal to c1 e raised to mx plus c2 e raised to mx. ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ M1 ഒന്നും M2 ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് M എന്ന് ഇട്ട് പോയിട്ടുള്ളൂ. സോ അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് M1 M2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും സെയിം ആയതുകൊണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഒന്ന് എന്താ പറയാ, e raised to mx-നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ M1ഉം M2ഉം സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വരും. M1 M2ഉം സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരും. ഓക്കെ, ഈ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കേസ് 3, ഒരു കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരാണ്. സപ്പോസ് M1 M2ന്റെ വാല്യൂ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ വരാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ വരാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ y1ഉം y2ഉം ഏത് ജനറൽ സൊല്യൂഷൻ ഏതാണെന്ന് നോക്കാം. ചിലപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ y1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, e raised to ഇങ്ങനെ എക്സ്പോണൻഷ്യൽ എഴുതാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ആൽഫ പ്ലസ് ഐ ബീറ്റ ഇൻറ്റു എക്സ്, ആൻഡ് y2 നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പോണൻഷ്യൽ ആൽഫ മൈനസ് ഐ ബീറ്റ എക്സ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതും, ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതും, അപ്പോൾ y ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സിനെ നമ്മൾ ഓർത്തേക്ക് എടുക്കുന്നു, ദെൻ എന്ത് വരും, എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ്. ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് നേരത്തെ രണ്ട് സൊല്യൂഷനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻ കേസ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് അവിടെ വരുന്നത്, കോംപ്ലക്സ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ എന്താണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ, y is equal to e raised to alpha x into a cos beta x plus b sin beta x എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് TAFR ചോദിച്ചിട്ടുള്ള 2013 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. എന്ന് പറയുന്നത് d square y by dx square minus 2dy by dx plus y is equal to 0. ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ പറ്റണം, m square 2m plus 1 equal to 0.
ഇത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ സംശയം നോക്കാം. ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. സോ m സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 is equal to 0. ഇനി എമ്മിന്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. യൂഷ്വലി ഓക്സിലറി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a, ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ഈ പരിപാടി ചെയ്യാതിരിക്കുക. പകരം എന്ത് ചെയ്യുക? x1 plus x2 is equal to minus ba, x1 into x2 is equal to എന്താ? c by a. അതായത് രണ്ട് വാല്യൂ കൂട്ടുമ്പോൾ മൈനസ് ബി ബൈ എ. ഇവിടെ മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് എന്താണ്? ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂട്ടുമ്പോൾ മൈനസ് ബി ബൈ എയും ഗുണിക്കുമ്പോൾ സി ബൈ എയും. ഇവിടെ എ 1 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൈനസ് ബി എന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ -2 മൈനസ് എന്ന് പറയുമ്പോൾ 2 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും. അപ്പൊ ഗുണിക്കുമ്പോൾ 2 എന്നും അല്ല കൂട്ടുമ്പോൾ 2 എന്നും ഗുണിക്കുമ്പോൾ എന്താണ് 1 കിട്ടുന്ന രണ്ട് വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ കൂട്ടുമ്പോൾ 2 കിട്ടാന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2, ഗുണിക്കുമ്പോൾ 1 into 1 എന്താണ്? 1 തന്നെ. അപ്പൊ നമ്മുടെ രണ്ട് m1 m2 എന്ന് പറയുന്നത് എന്താണ്? 1 തന്നെയാണ് നമ്മുടെ വാല്യൂസ്. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ഇനി ഇൻ കേസ് ഇവിടെ ഒരു വാല്യൂ വരാണെങ്കിൽ, സപ്പോസ് ഇവിടെ 2 ഇവിടെ 1 ഒക്കെ ഒന്നല്ല 2 3 4 ഒക്കെ വരാണെങ്കിൽ ഇവിടെ ഈ ഇതിന്റെ ഒപ്പം ഇട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ ഈ ഒരു ഫോർമുലേഷനിലേക്ക് പോകാതെ നോക്കാം. അപ്പൊ നമുക്ക് m1 m2 കിട്ടി. m1 m2 സെയിം ആണ്. അല്ല, ഈ ഒരു ഇക്വേഷൻ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇത് m സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് ഇക്വേഷൻ ആണ്? m മൈനസ് 1 ഹോൾ സ്ക്വയറിന്റെ എന്താ പറയാ, അതല്ലേ ഇത്, അതിന്റെ എക്സ്പാൻഷൻ അല്ലേ ഈ ഒരു എഴുതി വെച്ചിരിക്കുന്നത്. സോ m ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് അങ്ങനെയും കിട്ടാം. ചില സമയത്ത് ആ ഒരു ഫോർമുലേഷനിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ y1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e raised to mx അല്ലെ. y2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? mx എന്ന് പറയുന്നത് e raised to x അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ എഴുതാം, അതാണ് നല്ലത്. ഓക്കെ, e raised to x എന്നും നമ്മുടെ y2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? y2 എന്ന് പറയുന്നത് നമുക്ക് x ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ബൗണ്ടറി കണ്ടീഷൻസ് ആർബിട്രറി ആണെന്ന് പറയുന്നുണ്ട്. സോ y2 എന്ന് പറയുന്നത് x raised to x എന്ന് കൊടുക്കാം അല്ലെ. y2 എന്ന് പറയുന്നത് x raised to x എന്ന് വരും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഫൈനൽ ആൻസർ ലാസ്റ്റ് y ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് a e raised to x പ്ലസ് b x e raised to x. സോ അവിടെ നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഞാൻ ഈ കേസ് 2-ലെ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഒരു എക്സ് വരാറുണ്ട്. ഞാൻ വിട്ടുപോയൊരു കേസാണ്, എക്സ് വരാറുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ y1-നെ നമ്മൾ എന്ത് ചെയ്തു? e raised to mx എന്ന് തന്നെ എഴുതും. അതായത് ഇവിടെ y1-നെ നമ്മൾ e raised to mx എന്ന് തന്നെ എഴുതും. ഈ y2-നെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ്? d e raised to m into e raised to mx ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതാറ്. അപ്പൊ നമുക്ക് അതിനെ x e raised to mx എന്നുള്ള രീതിയിലുള്ള ഫോർമാറ്റിലാണ് കിട്ടാറ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് x e raised to mx എന്നുള്ള രീതിയിൽ ഫോർമുലേഷൻ വരുന്നത്. അപ്പോൾ ഒരു x raised to mx ഉണ്ട്. ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് എഴുതാം. അതായത് സെക്കൻഡ് സൊല്യൂഷൻ വരുന്നത് c2x e raised to mx എന്നാണ്. അത് തെറ്റിക്കരുത്, അത് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതായത് y2 എഴുതുമ്പോൾ നമ്മൾ d raised to ഒരു ഡിഫറൻഷിയേഷൻ ചെയ്തിട്ടാണ് അതിന്റെ ഫോർമുലേഷൻ എഴുതുന്നത്. അതുകൊണ്ടാണ് x അവിടെ വരുന്നത്. ഇവിടെ നമുക്ക് x e raised to x, ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഇത് ഇൻഡെക്ട് ചെയ്യാം. നമുക്ക് ഗേറ്റ് 2014 ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഗേറ്റ് 2014 ഒരു ക്വസ്റ്റ്യൻ. d square y by dt square
ഈക്വൽസ് അല്ല മൈനസ് വൈ ഈസ് ഈക്വൽസ് 0. ഓക്കെ, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഒന്നില് വൈ ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 എന്നും രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ വൈ ഓഫ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് സൊല്യൂഷൻ കണ്ടെത്താനാണ് പറയുന്നത് സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ചെയ്തു എം സ്ക്വയർ 1 ഈസ് ഈക്വൽ ടു 0, സോ വിച്ച് എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് ഒരു സൊല്യൂഷൻ 1 എന്നും ഒരു സൊല്യൂഷൻ -1 ആയിട്ടും എടുക്കാം നമുക്ക്. സോ ലെറ്റ്സ് സേ y1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇ റേസ് ടു ടി എന്ന് എഴുതാം. y2നെ നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് ടി എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു c1 ഇ റേസ് ടു ടി പ്ലസ് c2 ഇ റേസ് ടു മൈനസ് ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് ഓരോന്നായിട്ട് കൊടുക്കാം. y ഓഫ് ടി എന്ന് പറയുന്നതിനാണ് നമ്മളിവിടെ y ഓഫ് 0 എന്നും അതേപോലെ തന്നെ y ഓഫ് ഇൻഫിനിറ്റി എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ y ഓഫ് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ടിക്ക് എല്ലാം എന്ത് കൊടുക്കുക? 0 എന്നുള്ള ഇത് കൊടുക്കുക, -0 ഈക്വൽ ടു 1 എന്നുണ്ട് അല്ലെ? y ഓഫ് 0 ഇവിടെ അങ്ങനെ കണ്ടീഷൻ കൊടുത്തിട്ടുള്ള y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ 1 എന്ന് വരും. സോ ഇതെല്ലാം പോയി നമുക്ക് എന്ത് കിട്ടും? c1 പ്ലസ് c2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. c1 പ്ലസ് c2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ y ഇൻഫിനിറ്റിയിലുള്ള ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ടിക്കെല്ലാം ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇത് 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ c1 മാത്രമാണ് വരാം. c1 എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് കിട്ടും. ഞാൻ ഈ ഒരു ടേം പോവും, പിന്നെ അതുകൂടെ c1 മാത്രമേ അവിടെ വരുള്ളൂ. അപ്പൊ നമുക്ക് c1 0 എന്ന് കിട്ടി. ഈ c1 0 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ c1 പ്ലസ് c2 ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. അപ്പൊ അതിനർത്ഥം എന്താണ്? c2 എന്ന് പറയുന്നതിനാണ് എന്ത് 1 എന്നുള്ളത് വാല്യൂ കൊടുക്കുന്നത്. c2 എന്ന് പറയുന്നതാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ y ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താണ്? c1 ഇ റേസ് ടു ടി പ്ലസ് c2 ഇ റേസ് ടു മൈനസ് ടി, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ c1 0 ആവാന്ന് പറഞ്ഞാൽ എൻ്റയർ ഈ ടേം പോവാന്നുള്ളതാണ്. ഈ ടേം ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ആര് മാത്രം ഉണ്ടാവും എന്നുള്ളൂ ബാക്കി അവിടെ? c2 ഇ റേസ് ടു മൈനസ് ടി. ഇവിടെ c2 എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയാം. സോ ലെറ്റ്സ് റൈറ്റ് y ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി. ഇ റേസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു മൈനസ് ടീനെ കോസ് എച്ച് ടി മൈനസ് സൈൻ എച്ച് ടി, ഇങ്ങനെ എഴുതാലോ. ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻസിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് പ്രീവിയസ് ഇയറിൽ നിന്നും കാണാൻ പറ്റും. അപ്പോൾ പല ടൈപ്പ്, അതായത് കേസ് 1ഉം കേസ് 2ഉം അതുപോലെ കേസ് 3യിലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കാരണം അടുത്തത് വരുന്നത് നോൺ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ആണ്. അപ്പൊ അതില് കുറച്ചും കൂടി എന്താ പറയാ കോംപ്ലക്സിറ്റി ആവും. കാരണം ഇവിടെ നമ്മൾ രണ്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻസിനെയാണ് നമ്മൾ നേരിടുന്നത്, c1ഉം c2. ഇനി നോൺ ഹോമോജീനിയസിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് c1 c2 c3 c4 എന്നിങ്ങനെ 4 കോൺസ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിൽ രണ്ട് കോൺസ്റ്റൻസ് മാത്രമേ ആർബിട്രറി ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ. ബാക്കി രണ്ടെണ്ണത്തിന് എന്താണ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. എന്തുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം നിർത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ ആണ്, നമ്മളെല്ലാം ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡറിന്റെ സൊല്യൂഷൻസിൽ രണ്ട് കോൺസ്റ്റൻസ് മാത്രമേ ആർബിട്രറി ആയിട്ട് നിർത്താൻ പറ്റാറുള്ളൂ. ബാക്കി രണ്ടെണ്ണത്തിന് എന്തുണ്ടാവണം? അപ്പോൾ നോൺ ഹോമോജീനിയസ് ചെയ്യുമ്പോൾ ഈ രണ്ട് വാല്യൂസിനും കറക്റ്റ് ആയിട്ട് ഒരു ആക്യുറേറ്റ് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 4 എണ്ണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂഷ്വലി സോൾവ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 4 എന്താ പറയാ കോൺസ്റ്റൻസ് ഒക്കെ വരുന്ന രീതിയിൽ ആൻസർ വരും. അപ്പൊ അതിന് കോമൺ ആയിട്ട് നമ്മളൊരു യൂസി സെറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. അല്ലാതെ ഈ റേസ് ടു എക്സിന് വരുന്നതിന് സെപ്പറേറ്റ് ഒരു സൊല്യൂഷൻ, സൈനും കോസിനൊക്കെ വേറെ ഒരു ഫോർമുലേഷൻ, അങ്ങനെ സെപ്പറേറ്റ് ഫോർമുലേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി കോംപ്ലക്സ് ആവും. അതായത് കുറച്ചും കൂടി എന്താ പറയാ വർക്ക് ചെയ്യാൻ കൂടും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് ഫസ്റ്റ് ഓർഡർ ODEയും അതേപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ്
ODEയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് വേരിയേഷൻസ് ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജിനിയസ് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.